നല്ല ഫീലായിരുന്നു. ഞാനൊരു ഡബിൾ റോള് പോലെയുള്ള വേഷമാണ്. ഫ്ലാഷ് ബാക്ക്. അതായത് നമുക്ക് എതിരെ നിൽക്കുന്ന ഒരാള് നമുക്ക് തരുന്നൊരു സാധനമുണ്ട്, ഊർജം. അത് നമുക്ക് അഭിനയിക്കാൻ കിട്ടുന്ന സാധനം. അത് നമുക്ക് പരസ്പരം നമുക്കൊരു കോമ്പിനേഷൻ ഉണ്ട്, കോർഡിനേഷൻ അല്ലേ? അങ്ങോട്ടും പറഞ്ഞ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് സീനൊക്കെ, ആ കരണ്ട സീനൊക്കെ ഒറ്റ ടേക്കിൽ ശരിയാക്കണം. ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഞാൻ രാത്രിക്ക് ആ വീട്ടിൽ നിന്ന് നേരത്തെ പോകണമായിരുന്നു, അവർക്ക് യൂണിറ്റ് ഇല്ലായിരുന്നു, ഒറ്റ ടേക്കിൽ ശരിയാക്കണം എന്നുള്ള മൈൻഡ് ഒറ്റ ടേക്ക് എടുത്തതാണ്. യൂണിറ്റ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സ്മോക്കൊന്നും ഇട്ടതല്ല, അവിടുത്തെ പ്രകൃതി തന്ന സംഗതികൾ വെച്ചാണ് നമ്മളെല്ലാം ഗംഭീരമായി ചെയ്തത്. ഞങ്ങൾ പടം പിടിക്കുമ്പോഴും ചോദിക്കാറുണ്ട്, കാരണം സീരിയലാണോ കോൺസെപ്റ്റ് മാത്രം അങ്ങനെ ഷൂട്ട് ചെയ്യണം. പക്ഷെ എന്നാൽ പിടിപിടിക്കുന്ന ഒറ്റ ഈവൻ മോണിറ്റർ പോലും ഇല്ലായിരുന്നു. മോണിറ്റർ പോലും ലില്ലിപ്പുട്ട് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് ലില്ലിപ്പുട്ട് പണി തന്നു. അതുകൊണ്ട് ചില സാധനങ്ങൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഡയറക്ഷൻ പഠിക്കുന്നതുകൊണ്ട് കഴിക്കാൻ ഭക്ഷണം പോലും ഉണ്ടായിരുന്നു, അല്ലേ? ആ ലെവലായിരുന്നു. സ്വപ്നസുന്ദരി സിനിമ ബ്രഹ്മാണ്ഡ പടമൊന്നും അല്ല, പക്ഷെ ഞങ്ങളെല്ലാം പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം കൊടുത്ത നല്ലൊരു കുഞ്ഞു സിനിമയാണ്. ധാരാളം ജനങ്ങൾ കാണണം, പുതുമുഖങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ പുതുമുഖങ്ങളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ പ്രൊമോട്ട് ചെയ്യാൻ വരുന്ന സംവിധായകന്മാരെയും പ്രൊഡ്യൂസർമാർക്കും ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന പടമാണ് സ്വപ്നസുന്ദരി. നമ്മുടെ പറക്കാട് റിസോർട്ട് 3 ദിവസം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു, ഫുഡ് തന്നു. അവിടുത്തെ ലൊക്കേഷൻ അടിപൊളിയായിട്ടുണ്ട്. പ്രകാശേട്ടാ നന്ദിയുണ്ട്, കാരണം ഞങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഒരു കാര്യം ഒരു 10 പൈസ വാങ്ങിക്കാണ്ട് ഞങ്ങൾക്ക് ആ ലൊക്കേഷൻ തന്നേന്. അന്ന് ഞാൻ ആരുമില്ല, ആളുടെ മകനെ ഞാൻ ട്രൈ ചെയ്യുന്നത്. ആ ഒരു ഇതിനകത്ത് നമുക്ക് തന്നത് പ്രകാശേട്ടന് തീരാത്ത നന്ദിയുണ്ട്. താങ്ക് യു.